ഹലോ, ബിൽഡ് യുവർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ. മാത്സിലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്ന് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ. The sum of ages of Ravi and his younger brother Chinna is 30. The difference in their ages is 14. What is the ratio of the age of Ravi to the age of Chinna? ഇത് ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആണ്, ഏജിൻ്റെ ക്വസ്റ്റ്യൻ. നമ്മൾ ഇതിനകത്ത് നോക്കുന്നതെല്ലാം ഏജിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ തന്നെ ഡിഫറെൻറ്റ് പാറ്റേൺസ് ആണ് നോക്കുന്നത്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യനകത്ത് നമ്മളവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? രവിയുടെയും ബ്രദറിൻ്റെയും ഏജസ് തമ്മിലുള്ള സമ്മ് 30 ആണ്. സോ നമുക്ക് എഴുതാം ആർ പ്ലസ് സി ഇസ് ഈക്വൽ ടു 30 എന്ന് എഴുതാം. അവരുടെ ഏജസ് തമ്മിലുള്ള ഡിഫറൻസ് ആർ മൈനസ് സി ഇസ് ഈക്വൽ ടു 14. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആർ ഈസ് ടു സി എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നാലും നമുക്ക് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ടൈപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്ലസ് ചെയ്യുക. ഈ രണ്ട് ഇക്വേഷൻസും പ്ലസ് ചെയ്താൽ നമുക്ക് സി പ്ലസ് സി മൈനസ് സി ക്യാൻസൽ ആവും. 2r ഇസ് ഈക്വൽ ടു 30 പ്ലസ് 14 എന്ന് പറഞ്ഞാൽ നമുക്ക് 44 എന്നാണ് കിട്ടുക. സോ r ഇസ് ഈക്വൽ ടു 44 ബൈ 2 ദാറ്റ് ഇസ് ഈക്വൽ ടു 22. അപ്പം നമുക്ക് എന്ത് കിട്ടി? രവിയുടെ ഏജ് 22 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ 30 മൈനസ് 22 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ആൻഡ് ആൻസർ എന്താണ്? 8 ആണ്. സോ 8. അപ്പോൾ ഇതിനെ നമുക്ക് 11:4 എന്ന് റേഷ്യോ കിട്ടും. അത് ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്ക്, മാർക്ക് ചെയ്യും. ഓക്കെ, ഇതാണ് ഒരു ടൈപ്പ്. ഇനി ഒരെണ്ണം, ദ റേഷ്യോ ഓഫ് ദ ഏജസ് ഓഫ് കാർത്തിക് ആൻഡ് ഹിസ് സൺ ഇസ് 5:1. The present age of his son is 6 years. After how many years will the ratio of their ages be? 7:3. ഇത് കുറേയധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമ്മൾ കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കാർത്തിക്കിൻ്റെയും സണ്ണിൻ്റെയും റേഷ്യോ ഓഫ് ഏജസ് എന്ന് പറയുന്നത് 5:1 ആണ്. അപ്പം നമുക്ക് ഏജിനെ എങ്ങനെ എടുക്കാം? ഓക്കെ, അപ്പം നമ്മൾ അത് കൊടുത്തു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവരുടെ സണ്ണിൻ്റെ ഇപ്പോഴത്തെ ഏജ് 6 years ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളിപ്പം ഇത് 5x എന്നും ഇത് x എന്നും എടുത്താൽ x ഈസ് ഈക്വൽ ടു 6 ആണെങ്കിൽ 5x എന്തായിരിക്കും? 30 ആയിരിക്കും. ദാറ്റ് ഈസ് കാർത്തിക്കിൻ്റെ ഏജ് 30 ആൻഡ് സണ്ണിൻ്റെ ഏജ് 6 ആണ് ഇപ്പോൾ ഉള്ളത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്ര വർഷം കഴിയുമ്പോൾ, ആഫ്റ്റർ ഹൗ മെനി ഇയേഴ്സ്. കെ നമ്മൾ ഇയർ ആയിട്ട് എടുക്കുകയാണ്. അവരുടെ റേഷ്യോ എന്താവും? 7/3 ആവണം. റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം. സോ അത് നമ്മൾ 7/3 ഫോമിൽ എഴുതി. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കെയുടെ വാല്യൂ കിട്ടും അല്ലേ? ഇത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 90 പ്ലസ് 3k ഇസ് ഈക്വൽ ടു 42 പ്ലസ് 7k എന്ന് കിട്ടും. അവിടെ 48 ഇസ് ഈക്വൽ ടു 4k എന്നാണ് കിട്ടുക. ആൻഡ് k എന്താ നമുക്ക് കിട്ടുക? 12. അതായത് 12 വർഷം കഴിയുമ്പോഴാണ് അവരുടെ വയസ്സ് എന്താവുന്നത്? 7:3 എന്ന റേഷ്യോയിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മളോട് കുറേ തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. രവി ആൻഡ് രാഹുൽ ഇൻവെസ്റ്റഡ് 12,000 and 20,000 in a business. ഈ ഒരു ബിസിനസ് ടൈപ്പിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. Ravi and Rahul invested 12,000 and 20,000 in a business. Find the ratio of their profits after 19 years. അപ്പം ഇങ്ങനത്തെ, അതായത് ഷെയർസ്, പ്രോഫിറ്റ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അപ്പം രവി ഇൻവെസ്റ്റ് ചെയ്തത് 12,000 ആണ്. രാഹുൽ ഇൻവെസ്റ്റ് ചെയ്തത് 20,000 ആണ്. അപ്പം ആഫ്റ്റർ 90 ഇയേഴ്സ്,
അപ്പൊ നമുക്ക് ഇവരുടെ ഇപ്പോഴത്തെ റേഷ്യോ എന്ന് പറയുന്നത് 12,000 ഈസ് ടു 20,000 ആണ്. ആഫ്റ്റർ 19 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻറ്റു 19 ആണ് വരിക. സോ ആ റേഷ്യോ കാണാൻ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, സിമ്പിൾ ആയിട്ട് ഈ രണ്ട് നമ്പേഴ്സിലേക്കും 90 ഇൻറ്റു ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, അതിൻ്റെ റേഷ്യോ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ പറയുന്ന ഇവിടത്തെ 3 സീറോയും ഇവിടത്തെ 3 സീറോയും നമ്മൾ കട്ട് ചെയ്തു. അപ്പോൾ 12 ഇൻറ്റു 90 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ വരിക, 228 എന്നാണ് വരിക. 20 ഇൻറ്റു 90 എന്ന് പറഞ്ഞാൽ നമുക്ക് 380 ആണ് വരുന്നുണ്ടാവുക. ഇതിനെ നമ്മൾ എന്താ ചെയ്യുന്നത്, സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്കിതാ ഇങ്ങനെ ആൻസർ വരും, 95 എന്ന് വരും. ദെൻ ഇവിടെ നിന്ന് ഇതിനെ നമ്മൾ ഡിവൈഡഡ് ബൈ 19 ചെയ്യുമ്പോൾ നമുക്ക് 3:5 എന്ന് വരും. സോ ആഫ്റ്റർ 19 ഇയേഴ്സ് അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്, 3:5 എന്നാണ് വരും. ഓക്കെ, അപ്പൊ ഇതാണ് ആൻസർ വരുന്നുണ്ടാവുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പം ഇത് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ലേ? നമ്മൾ ആ വാല്യൂസ് എഴുതുക, വാല്യൂസ് എഴുതിയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഇതിപ്പം ഇങ്ങനെ അല്ലാണ്ട് നമുക്കിപ്പം 19 ഇല്ല എങ്കിലും നമുക്കിത് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഈ രണ്ട് വാല്യൂസിനെ മാത്രം എടുത്ത് ചെയ്താലും, കാരണം ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഒരു വഴിയാണ്. ഇതല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വഴി ഈ 90 ഒന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എത്ര രൂപയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് നമ്മൾ പിൻവലിച്ചിട്ടില്ല, ആ എമൗണ്ട് തന്നെ അവിടെ ഉണ്ട്, കൂടുതലായിട്ട് പിന്നെ ഒന്നും കൊടുത്തിട്ടും ഇല്ല എന്നാണെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും ഈ ഒരു റേഷ്യോ തന്നെ ആയിരിക്കും അവരുടെ പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്, എത്ര വർഷം കഴിഞ്ഞാലും. അപ്പൊ നമ്മളിവിടെ ആക്ച്വലി 19 ഒന്നും എടുക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. ഇവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 12ഉം 20ഉം നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഡയറക്റ്റ് ആയിട്ട് 4 വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ 2 വെച്ച് തുടങ്ങാം. 2 വെച്ച് എന്ന് പറയുമ്പോൾ ഇവിടെ 6:10 എന്ന് വരും. എഗെയിൻ ഇത് 2 വെച്ച് ചെയ്യുമ്പോൾ 3:5 എന്ന് വരും. അപ്പൊ നമുക്ക് ആകെ 2 സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം, ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ കുറച്ചുകൂടെ നല്ലൊരു മെത്തേഡ് ഇതാണ്. ചില വീഡിയോസിലും ബുക്സിലും നമ്മൾ ഇങ്ങനത്തെ മെത്തേഡ് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് അതുകൂടെ പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പൊ കൂടുതലും ഫോളോ ചെയ്യാൻ എളുപ്പം ഈ ഒരു മെത്തേഡാണ്, ഡയറക്റ്റ് ആയിട്ട് ചെയ്താൽ മതി. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ, അതും സെയിം മെത്തേഡ് തന്നെയാണ്. ABC started a business with capital ratio 4:2:3. അപ്പം അവരുടെ ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറയുന്നത് 4:2:3 ആണ്. എയുടെ 4, ബിയുടെ 2, സിയുടെ 3. ദർ പീരീഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് ഈസ് ഇൻ ദ റേഷ്യോ 3:5:4. അപ്പൊ അവരുടെ പീരീഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, അതായത് എ ഇപ്പൊ 3 ഇയേഴ്സിനാണെങ്കിൽ ബി 5 ഇയേഴ്സിനാണ് ആൻഡ് സി 4 ഇയേഴ്സിനാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു അവരുടെ കാലാവധി കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് റേഷ്യോ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ അവിടെ ഇയർ സ്കിപ്പ് ചെയ്ത പോലെ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇയർ ഡിഫറെൻ്റ് ആണ്. എല്ലാവരും സെയിം ഇയർ അല്ല ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അവരുടെ പ്രോഫിറ്റ് റേഷ്യോ ഇൻറ്റു ഈ ഒരു റേഷ്യോ 3 വർഷത്തേക്കാണ് എ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, 2 റേഷ്യോയില് 5 വർഷത്തേക്കാണ് ബി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, സി എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, 3 എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് 4 ഇയേഴ്സിനാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം 4 3s are 12, 5 2s are 10, again 4 3s are 12. അപ്പം നമുക്കിവിടെ എന്ത് കിട്ടും, 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 6:5:6. ഇതാണ് അവരുടെ പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം റേഷ്യോസ്, പ്രോഫിറ്റിന്റെ കേസിൽ റേഷ്യോസ് വരുമ്പോൾ ആ ഇയർ സെയിം ഇയർ ആണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണോ അതിനെ റേഷ്യോ ആക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് റേഷ്യോ കിട്ടും. ഡിഫറെൻറ്റ് ഇയേഴ്സിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഇയേഴ്സിനെ പ്രോഫിറ്റ് റേഷ്യോ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്നതായിരിക്കും നമ്മുടെ പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ്റെ ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the ratio of the present ages of Ravi's brother and his mother is 1:2. അപ്പോൾ രവിയുടെ ബ്രദറിൻ്റെയും മദറിൻ്റെയും
ഇപ്പോഴത്തെ റേഷ്യോ, ഏജിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കാര്യം ചെയ്യാം, ബ്രദറിൻ്റെത് എക്സ് ആയിട്ടും മദറിൻ്റെത് 2x ആയിട്ടും എടുക്കാം. ദ സം ഓഫ് ദ ഏജസ് ഓഫ് ഓൾ 3 ഈസ് 83. അപ്പം ഇവർ 3 പേരുടെയും സം എന്താണ്? 83 ആണ്. r പ്ലസ് ബി പ്ലസ് എം ഇസ് ഈക്വൽ ടു 83 ആണ്. ഇറ്റ് ഈസ് നോൺ ദാറ്റ് രവി ഈസ് 3 ഇയേഴ്സ് എൽഡർ ദാൻ ഹിസ് ബ്രദർ. ബ്രദറിനേക്കാൾ 3 വയസ്സ് കൂടുതലാണ് ആർക്ക്? രവിക്ക്. അപ്പൊ ബ്രദറിന്റെ വയസ്സ് എത്രയാണ്? എക്സ് ആണ്. അപ്പൊ രവിയുടെ വയസ്സ് നമുക്ക് എങ്ങനെ പറയാം? എക്സ് പ്ലസ് 3 എന്ന് പറയാം. ഇനി ഈ ഇക്വേഷനിലേക്ക് ഈ തന്നിരിക്കുന്ന വാല്യൂസ് ഇട്ടാൽ പോരെ? എക്സ് പ്ലസ് 3 പ്ലസ് എക്സ് പ്ലസ് 2x ഇസ് ഈക്വൽ ടു 83. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഹൗ ഓൾഡ് വിൽ രവി ബി 5 ഇയേഴ്സ് ഫ്രം നൗ? ഇത് കഴിഞ്ഞ് 5 വർഷം കഴിയുമ്പോൾ രവിയുടെ വയസ്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം എക്സ് കണ്ടുപിടിക്കണം, അതിന്ന് ബാക്കിയെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇവിടുന്ന് നമുക്ക് എക്സ് പ്ലസ് എക്സ് 2 പ്ലസ് 2x പ്ലസ് 2x 4x. അപ്പൊ 4x ഇസ് ഈക്വൽ ടു 83 മൈനസ് 3. ഈ 3 ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ -3 ആവും. അപ്പം 80 എന്ന് വരും. Then we get x is equal to 80/4, which is equal to നമുക്ക് എന്താ കിട്ടുക? 20 എന്നാണ് കിട്ടുക. അപ്പം രവിയുടെ ബ്രദറിന്റെ വയസ്സ് എത്രയാണ്? 20 ആണ്. അങ്ങനെയെങ്കിൽ രവിയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? 23 ആണ്. കാരണം ഇവിടെ x പ്ലസ് 3 എന്ന് കൊടുത്തിട്ടുണ്ട്, 23. ആഫ്റ്റർ 5 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ 23 പ്ലസ് 5, രവിക്ക് എത്ര വയസ്സായിരിക്കും? 28 ഇയേഴ്സ് ആണ് ആഫ്റ്റർ 5 ഇയേഴ്സ് രവിയുടെ വയസ്സ്. അപ്പം ഇത് നമ്മുടെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിൽ വരുന്ന ഏജിന്റെ പാർട്ടിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് മാത്രമല്ല റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിൽ നിന്ന് വരുന്നുണ്ടാവുക, വേറെയും കുറച്ച് പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ്, ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് നമുക്ക് വരുന്ന വീഡിയോസിലൊക്കെയും ഡിസ്കസ് ചെയ്യാം. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന പ്രോബ്ലംസ്, ഈ പ്രോബ്ലംസ് മാത്രം പഠിച്ചത് കൊണ്ട് നമുക്ക് എല്ലാ എക്സാംസും ക്രാക്ക് ചെയ്യാം എന്നല്ല പറയുന്നത്. ഇതിനകത്ത് പാറ്റേൺ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യനെയും അപ്രോച്ച് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പം ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളൊരു ഐഡിയ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എഴുതി പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന, നമുക്ക് ഒരുപാട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ടും അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്പീഡ് കിട്ടുള്ളൂ. മെത്തേഡ് ഓക്കെ ആവണമെങ്കിലും നമ്മൾ ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.